അത് ഞാൻ കാണുകയൊക്കെ ഉണ്ടായി. രസമായിട്ട് തോന്നി, തിരക്കടൊന്നുമില്ല. കാരണം എന്താ അറിയോ, അതിന് വിരോധമൊന്നുമില്ല. കാരണം ഞാൻ ശാസ്ത്രത്തിലുള്ള പറഞ്ഞു, എനിക്ക് തെറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റാണല്ലോ, ഉണ്ടാവാം. എല്ലാവരും പ്രൊഡക്ഷൻ ശരിയായിക്കോണം നിർബന്ധമുണ്ടോ? അതൊന്നുമില്ല. അതിന് ട്രോളർ സാരമൊന്നുമില്ല. ഈ ഭാഗ്യക്കുറി അടിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയും അയാൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയും. അതൊരു ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കാൻ കഴിയില്ല. ഒരു പാസ്റ്റ് ടെൻസിൽ വേണമെങ്കിൽ നമുക്ക് ഒരുപക്ഷെ പറയാൻ കഴിയും അയാൾക്ക് ഭാഗ്യം അടിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം, അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് പറയാം അയാൾക്ക് ഭാഗ്യം അടിച്ചു. ഈ ഭാഗ്യം നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഭാഗ്യം എന്നുള്ളൊരു പദം കൊണ്ട് അർത്ഥം എന്താ? അതാണ് വിഷയം. ഒരു ജീവിതത്തിലെ എല്ലാം സമാധാനപരമായിട്ടുള്ള ജീവിതം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടും കൊണ്ട് ജീവിക്കാനുള്ളൊരു അവസരത്തിനെയാണ് ഞാൻ ഭാഗ്യം കൊണ്ടുള്ള പദം കൊണ്ട് വിവക്ഷ ചെയ്യുക. അതേപോലെ തന്നെ ഒരു വാക്കാണ് വിധി എന്ന് പറയുന്നത്. വിധി ഈശ്വര നിശ്ചയം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വിധിയെ വ്യാഖ്യാനിക്കാറുണ്ട്. ഈ വിധി നമുക്ക് ഇതേപോലെ തന്നെ ഇന്ന അപകടം സംഭവിക്കും എന്ന് പറയുന്നത് മാറ്റാൻ പറ്റില്ല. വിധിയെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? വിധിയെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വിമാനത്തിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ അപകടം പറ്റില്ലേ? അവിടെ എങ്ങനെയാണ് നമുക്ക് ആ പ്രെഡിക്റ്റബിലിറ്റി നിശ്ചയിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് ചില ആൾക്കാർ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗ്യാന്ന് വിചാരിച്ചാൽ മതി. അല്ല, അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ വിശ്വാസത്തിന്റെ ഭാഗം എന്ന് പറയാൻ പറ്റുമോ? ഒരു മനുഷ്യജന്മത്തില് എല്ലാവരും രക്ഷപ്പെടണം എന്നുള്ളൊരു ജ്വരം ഉണ്ടാവില്ലേ? എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കില്ല. അത് നമ്മളാണെങ്കിലും ഒരു ഒഴുക്കിൽ പെട്ടാൽ നമ്മൾ നീന്തും, ഇതാ മുങ്ങി ചത്തോട്ടെ എന്ന് നമ്മൾ വിചാരിക്കില്ല. ഈ അങ്ങ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ രാഹുവും കേതുവും ഒക്കെ സങ്കല്പഗ്രഹങ്ങളാണ്. അപ്പൊ ശരിക്കും അത് ഈ ജ്യോതിഷ ഗ്രന്ഥം എഴുതിപ്പോയത് കൊണ്ട് പരിഷ്കരിക്കാതെ വന്നു പോയ തെറ്റാണോ? അത് ഇനി ഇങ്ങനെ പോയാൽ മതി? ഇത്ര വേണ്ടു, അത് പരിഷ്കരിക്കേണ്ട ആവശ്യമില്ല. റിസർച്ച് വേണ്ട ജ്യോതിഷത്തിൽ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റിഫായിട്ട് റിസർച്ചിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് ജ്യോതിഷം ഒരു അക്കാഡമിക് ആയിട്ടുള്ള ലെവലിൽ നിഷേധിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് കർണാടകത്തിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ, ഇപ്പോൾ തിരുപ്പതി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട് ജ്യോതിഷം. അപ്പോൾ അവിടെ ജ്യോതിഷത്തിലെ കുറേ ഗ്രന്ഥങ്ങളുണ്ട്. നമുക്കതൊന്നും ഒരാവശ്യമുള്ള ഗ്രന്ഥങ്ങളല്ല. ആരത് സെലക്ട് ചെയ്തെടുത്തത്? എന്താണ് അതിൻ്റെ ആവശ്യം? ജനങ്ങൾ വന്നിട്ട്, ഇപ്പോൾ താങ്കളാണെങ്കിലും വന്നു ജാതകം എടുത്തു, ഇന്ന കൊല്ലം മാസം ദിവസം ഈശ്വരാധീനമുണ്ട്, ഭാഗ്യമുള്ള ജാതകമാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും താങ്കൾക്ക് അതിനുള്ള സമയമില്ല. താങ്കൾ ചോദിക്കുക, അതേ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇതൊന്നും കേൾക്കാൻ ജനങ്ങൾക്ക് ആവശ്യമില്ല. നമ്മൾ ഹോട്ടലിൽ പോയി അത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ ചോദിക്കാറില്ലല്ലോ.